അന്തരിച്ച നടൻ സഞ്ജയ് കപൂറിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക ഉത്തരവുമായി ഡൽഹി ഹൈക്കോടതി. സഞ്ജയ് കപൂറുമായി ബന്ധപ്പെട്ട വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. സഞ്ജയ് കപൂറിന്റെ രണ്ടാം ഭാര്യയും നടിയുമായ കരിഷ്മ കപൂറിന്റെ മക്കൾക്ക് ആശ്വാസമേകുന്നതാണ് ജസ്റ്റിസ് ജ്യോതി സിംഗ് പുറപ്പെടുവിച്ച ഇടക്കാല വിധി. ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും കോടതി തടഞ്ഞിട്ടുണ്ട്. കരിഷ്മ കപൂറിന്റെയും സഞ്ജയ് കപൂറിന്റെയും മക്കളായ കിയാനും സമേറയും സഞ്ജയ് കപൂറിന്റെ മൂന്നാം ഭാര്യ പ്രിയ സച്ദേവ കപൂറും തമ്മിൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ പേരിൽ നിയമപോരാട്ടം നടത്തുകയാണ്. സഞ്ജയ് കപൂറിന്റെ 30,000 കോടി രൂപയുടെ സ്വത്ത് സംരക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സഞ്ജയ് കപൂറിന്റേതെന്ന പേരിലുള്ള വിൽപത്രം വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരിഷ്മയുടെ മക്കൾ കോടതിയെ സമീപിച്ചത്. പിന്നീട് സഞ്ജയ് കപൂറിന്റെ അമ്മയും ഇവർക്കൊപ്പം കേസിൽ കക്ഷി ചേർന്നു. പൂർണ്ണമായും പ്രിയയ്ക്ക് അനുകൂലമായ തരത്തിലായിരുന്നു സഞ്ജയിന്റെ വിൽപത്രം. എന്നാൽ അമ്മയെപ്പോലും ഒഴിവാക്കി എല്ലാം പ്രിയയ്ക്ക് നൽകിക്കൊണ്ട് സഞ്ജയ് വിൽപത്രം എഴുതാൻ സാധ്യതയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ വാദം. 2025 ജൂൺ 12-ന് യുകെയിലെ വിൻഡ്സറിൽ പോളോ കളിക്കുന്നതിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് സഞ്ജയ് കപൂർ അന്തരിച്ചത്. 2003-ലായിരുന്നു സഞ്ജയ് കരിഷ്മ വിവാഹം. 2016-ൽ ഇരുവരും നിയമപരമായി വേർപിരിയുകയും ചെയ്തു. വിവാഹമോചനത്തിനു ശേഷം സഞ്ജയ് കപൂർ പ്രിയ സച്ദേവിനെ വിവാഹം കഴിക്കുകയും മരണപ്പെട്ട സഞ്ജയിന്റെ സ്വത്തുക്കൾ വിൽക്കുന്നതിൽ നിന്ന് പ്രിയയെ തടയണമെന്നാവശ്യപ്പെട്ട് കപൂർ സഹോദരങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് ഇവർക്കനുകൂലമായി ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.